ഈ ഒരു കേക്ക് ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ കേക്ക് ഉണ്ടാക്കാണെന്ന്. എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് നമ്മുടെ സ്വന്തം CR7 ചേട്ടന്റെ കേക്കാണ്. ഈ കേക്ക് ചെയ്തു വന്നപ്പോ എന്തോ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി CR7 ചേട്ടൻ കളിക്കാൻ വന്നാൽ എങ്ങനെയിരിക്കും അങ്ങനെ എനിക്ക് തോന്നിയത്. എന്നാലും കസ്റ്റമറിന് കേക്ക് നല്ല ഇഷ്ടമായി. എനിക്കത് മതി. അപ്പോൾ അടുത്ത കേക്കും ഞാൻ തന്നെയാണ് ഫസ്റ്റ് മുറിക്കുന്നത്. ഇപ്പൊ ഏത് കേക്ക് കിട്ടിയാലും നീ തന്നെയാണല്ലോ ആദ്യം മുറിക്കുന്നതെന്നാണ് ഇവിടെ ഉള്ളവർ സംസാരം. അങ്ങനത്തെ ഡിസൈൻ കിട്ടിയാൽ നമുക്ക് മുറിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ കേക്ക് ഏത് ഡിസൈനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാവും. ഇതൊരു ബട്ടർഫ്ലൈ തീം കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈയുടെ ചിറകൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കാം, കട്ട് ചെയ്ത്. ഈ കേക്കിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം കസിൻ ചേച്ചിയുടെ മോളുടെ കേക്കാണ്. അവളെ ഞങ്ങൾ തുമ്പി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തുമ്പി പോലെ ഒരു കേക്ക് ചെയ്യാന്ന് കരുതിയാണ് ഞാൻ ഈ പണി തുടങ്ങിയത്. ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, പിന്നെ ഒരു വൈറ്റ്, ഈ ഒരു 3 കളർ കോമ്പിനേഷൻ വരുന്ന ഒരു കളറാണ് ഞാൻ കേക്കിൽ ഉദ്ദേശിച്ചിരുന്ന കളർ. ഏകദേശം ആ കളറൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. തുമ്പിയുടെ കളറൊക്കെ നമുക്ക് ഇങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ചിറകിന്റെ ഒരു എഫക്ട് വരുന്നുണ്ട്. ഇനി തുമ്പിയുടെ തലയും വാലും കൂടി സെറ്റ് ചെയ്ത് കണ്ണും മൂക്കൊക്കെ വരച്ച് കുറച്ച് വൈറ്റ് ബീഡ്സ് ഒക്കെ ഇട്ടാൽ നമ്മുടെ തുമ്പി ഇതേ റെഡി ആയിട്ടുണ്ട്. അവളുടെ പേര് ഹനാൻ എന്നൊക്കെ എഴുതി ഞാൻ നല്ല സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അടുത്ത കേക്ക് എന്റെ ഒരു ഫ്രണ്ടിന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു ഫോട്ടോഷൂട്ട് എടുത്താനുള്ള ഒരു കേക്കാണ്. അതൊരു 1/2 kg സ്ട്രോബെറി ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ജസ്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള ഒരു കേക്ക് ആയതുകൊണ്ട് അവൾ അയച്ചൊരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൾ അയച്ചത് ഒരു പിങ്ക് കളർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ സംസാരിച്ച ഒരു പർപ്പിൾ ഷെയ്ഡിലോട്ട് അങ്ങനെ ആ ഒരു കേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഈ 3 കേക്കിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ബൈ.